കൊൽക്കത്തയിലെ ആർജികർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ പ്രതിക്ക് മരണം വരെ തടവ് ശിക്ഷ. പ്രതി സഞ്ജയ് റോയ് മരണം വരെ ജയിലിൽ തുടരണം. 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പെൺകുട്ടികളുടെ സുരക്ഷ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമെന്ന് വിലയിരുത്തിയ കോടതി ഡോക്ടറുടെ കുടുംബത്തിന് 17 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചു. എന്നാൽ നഷ്ടപരിഹാരം ആവശ്യമില്ലെന്ന് ഡോക്ടറുടെ കുടുംബം വ്യക്തമാക്കി. അപൂർവമായ കേസല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, പ്രമാദമായ ഒരു കേസാണ്. എന്തായാലും പ്രതിക്ക് വധശിക്ഷ വിധിച്ചില്ല. അപൂർവങ്ങളിൽ അപൂർവം അല്ല ഈ കേസ് എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. മറ്റെന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നന്ദഗോപൻ? അൽനബേർ, വളരെ ചുരുങ്ങിയ വാക്കുകളായിരുന്നു സീൽദ സെഷൻസ് ജഡ്ജ് അനിർബൻ ദാസ് ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവിച്ചത്. അതായത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന രീതിയിൽ ഇത് പരിഗണിക്കാൻ കഴിയില്ല എന്ന് കോടതി വിധി പ്രസ്താവന നടത്തി. മാത്രമല്ല ഇതിലെ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം ശിക്ഷ, അത് മരണം വരെ തുടരണമെന്നുള്ള ഒരു വിധിയാണ് ഇന്നിപ്പോൾ സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. BNS ഭാരതീയ ന്യായ സംഹിതയിലെ സെഷൻ 64, അതേപോലെ തന്നെ 66, 103 എന്നീ ക്ലോസുകൾ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളാണ് പ്രതി ചെയ്തിരിക്കുന്നതെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇത് പ്രകാരമാണ് കോടതിയുടെ ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ വിധിയിൽ ആരും തന്നെ സംതൃപ്തരല്ല. മാത്രമല്ല, ഈ സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച് അതിൻ്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന സർക്കാർ അതുകൊണ്ട് തന്നെ 17 ലക്ഷം രൂപ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് നൽകണമെന്നുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 10 ലക്ഷം രൂപ ഈ മരണപ്പെട്ട സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് 7 ലക്ഷം രൂപ ഈ ജോലി സ്ഥലത്തുണ്ടായ പീഡനം അതുമായി ബന്ധപ്പെട്ടും അങ്ങനെ മൊത്തം 17 ലക്ഷം രൂപ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് നൽകണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ തങ്ങൾ വിധിയിൽ തൃപ്തരല്ലെന്നും ഈ പണം തങ്ങൾക്ക് വേണ്ട എന്നുമുള്ള ഒരു നിർദ്ദേശമാണെങ്കിൽ അത്തരമൊരു പ്രസ്താവനയാണ് ഈ പെൺകുട്ടികളുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇന്ന് CBI പ്രധാനമായും ഏറ്റവും ഒടുവിലായി പോലും CBI അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് 31 വയസ്സുള്ള ഒരു യുവ ഡോക്ടറാണ് കൊല്ലപ്പെട്ടത്. വളരെ മിടുക്കിയായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. മാത്രമല്ല, അവൾ ഈ സമൂഹത്തിൽ പഠിച്ചു വളർന്ന ഈ സമൂഹത്തിന് വളരെ നല്ല രീതിയിൽ സഹായമാകേണ്ട വ്യക്തിത്വമായിരുന്നു. ഇതെല്ലാം കൂടി കരുതി വളരെ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ പരിഗണിക്കണമെന്നുള്ളതായിരുന്നു പ്രധാനമായും CBIയുടെ അഭിഭാഷകൻ എന്ന് ചൂണ്ടിക്കാണിച്ചത്. അതേസമയം വിധി പ്രസ്താവനയിൽ തന്നെ കോടതി വ്യക്തമാക്കുന്നത് ഇത് അത്തരമൊരു കേസായി, അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഈ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ എന്നുള്ളത് വളരെ കുറഞ്ഞുപോയ, അല്ലെങ്കിൽ വിധി അത് തങ്ങൾ തൃപ്തരല്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായും അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണം, ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ നൽകണം എന്നുള്ളതായിരുന്നു ഇന്നും കോടതിയിൽ. നന്ദഗോപൻ, വിധിക്കെതിരെ അപ്പീൽ പോകുമോ ഈ യുവ ഡോക്ടറുടെ കുടുംബം? സ്വാഭാവികമായും ഇതിനോടകം തന്നെ അത്തരം CBI അഭിഭാഷകർ തന്നെ, പ്രോസിക്യൂഷൻ അഭിഭാഷകർ തന്നെ അക്കാര്യം വ്യക്തമാക്കി. തങ്ങൾ വിധിയിൽ തൃപ്തരല്ല. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തുടർ നിയമ നടപടികളിലേക്ക് പോകും. ജഡ്ജിമെൻറ്റിൻ്റെ കോപ്പി ലഭിച്ച ശേഷം മാത്രം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ അഭിഭാഷകർ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾ വിധിയിൽ തൃപ്തരല്ലെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാരും ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ 17 ലക്ഷം രൂപ തങ്ങൾക്ക് വേണ്ട എന്നത് മാത്രമല്ല, ഈ വിധിയിൽ തങ്ങൾ തൃപ്തരല്ല എന്നുള്ള കാര്യവും പെൺകുട്ടിയുടെ വീട്ടുകാർ വ്യക്തമാക്കി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വലിയ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ രാജ്യത്താകെ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ഈ കൽക്കട്ടയിലെ ആർജികർ ആശുപത്രിയിൽ നടന്ന ഈ ബലാത്സംഗ കേസ്. പ്രത്യേകിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അടക്കം തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു സംഘർഷാത്മക ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ ഇത്തരം ആർജികർ ആശുപത്രിയിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ ആരോഗ്യ മേഖലയാകെ സ്തംഭിക്കുന്ന തരത്തിലേക്ക് പോവുകയും പിന്നീട് കൽക്കട്ട ഹൈക്കോടതി ഇടപെട്ട് ഈ കേസ് CBIക്ക് കൈമാറുകയും അതിനുശേഷം സംസ്ഥാന പോലീസിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും പോലും ഉയർന്നിരുന്നു. അതായത് ഉന്നത ജുഡീഷ്യറി വരെ കൃത്യമായി ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ അവിടെ സംസ്ഥാന പോലീസ് കാണിച്ച ചില അനാസ്ഥകൾ അത് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ച് വലിയ വിമർശനങ്ങൾ ഉയർത്തിയതാണ്. സ്വാഭാവികമായും അപ്പീൽ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ മേൽക്കോടതി പരിഗണിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഇന്നിപ്പോൾ ഈ വിധി പ്രസ്താവിച്ച അനിർബൻ ദാസ്, അദ്ദേഹത്തിന് ഇത് കൃത്യമായി അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന രീതിയിൽ പരിഗണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. അത്
തന്നെയാണ് അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് വളരെ ക്രൂരമായ ഒരു പീഡനത്തിനാണ് ഈ പെൺകുട്ടി വിധേയമാകുന്നത്. ഓഗസ്റ്റ് 8-ാം തീയതി ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമിക്കുവാൻ വേണ്ടി ഈ ആർജേക്കർ ആശുപത്രിയിലെ, അവിടുത്തെ സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിലുള്ള ആർജേക്കർ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ വിശ്രമിക്കുകയായിരുന്ന ആ പെൺകുട്ടിക്ക് നേരെയാണ് ഈ പീഡനമുണ്ടായത്. ഈ 9-ാം തീയതി ഇത് പുലർച്ചെ ഈ വിവരം അറിയുന്നു. പോലീസ് ആദ്യം മുതൽ തന്നെ ഈ കേസ് കൈകാര്യം ചെയ്ത രീതിയിൽ അത് വിമർശനമുണ്ടാകുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ വീട്ടുകാരെ ഇതുമായി ബന്ധപ്പെട്ട ഈ സംഭവം അറിയിക്കുന്നതിലടക്കം വലിയ വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മാത്രമല്ല, ഈ പ്രതി ഒറ്റയ്ക്കല്ല കുറ്റകൃത്യം നിർവഹിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികൾ, കൂട്ടുപ്രതികളുണ്ട് എന്ന് ഇപ്പോഴും ആ പെൺകുട്ടികളുടെ വീട്ടുകാർ വിശ്വസിക്കുന്നു. അതേസമയം പശ്ചിമ ബംഗാൾ പോലീസാണ് ആദ്യം പ്രതിയെ അറസ്റ്റ് ചെയ്തത്, സഞ്ജയ് റോയെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഇത് സർക്കാർ എടുത്ത നിലപാട് ഈ കേസ് സംസ്ഥാന സർക്കാർ തന്നെ അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് തന്നെ അന്വേഷിച്ചാൽ മതി എന്നുള്ളതായിരുന്നു. അതേസമയം ഓഗസ്റ്റ് 13-ാം തീയതി ഈ വിഷയത്തിൽ കൊൽക്കത്ത ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് CBI കേസ് ഏറ്റെടുക്കുന്നതും. എന്നാൽ CBI അന്വേഷണത്തിലും ഈ ഒരാൾ മാത്രമാണ്, സഞ്ജയ് റോയ് മാത്രമാണ് പ്രതി എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ക്രൂരമായിട്ടാണ് ഈ പെൺകുട്ടിയെ ഈ സഞ്ജയ് റോയ് പീഡനത്തിന് വിധേയമാക്കി കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അക്കാര്യങ്ങളായിരുന്നു തെളിഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് ഇടിപ്പല്ലുകൾ, അതേപോലെ തന്നെ തോളലുകൾക്കടക്കം ഒടിഞ്ഞു മാറിയിരുന്ന സ്ഥിതിവിശേഷമായിരുന്നു. അങ്ങനെ വലിയ വേദനാജനകമായ ഒരു മരണമായിരുന്നു ആ പെൺകുട്ടി നേരിട്ടത്. അതുകൊണ്ട് തന്നെയാണ് CBI അഭിഭാഷകർ ആവശ്യപ്പെട്ടത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്നുള്ളത്. ഏതായാലും കോടതിക്ക് ആ ഭാഗത്തു നിന്നും വീഴ്ച പറ്റി എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ CBI അഭിഭാഷകരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. നമ്പ്യാർ. കൊൽക്കത്തയിലെ ആർജികർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ പ്രതിക്ക് മരണം വരെ തടവ് ശിക്ഷ. പ്രതി സഞ്ജയ് റോയ് മരണം വരെ ജയിലിൽ തുടരണം. 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പെൺകുട്ടികളുടെ സുരക്ഷ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമെന്ന് വിലയിരുത്തിയ കോടതി ഡോക്ടറുടെ കുടുംബത്തിന് 17 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചു. എന്നാൽ നഷ്ടപരിഹാരം ആവശ്യമില്ലെന്ന് ഡോക്ടറുടെ കുടുംബം വ്യക്തമാക്കി. അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.